ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തേത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലായൊരു ദിവസമാണ്. നമ്മുടെ സെവക്കുട്ടൻ അവൻ്റെ ഫസ്റ്റ് ആങ്കറിങ് ഡേ ആണ്. അല്ലെങ്കിൽ അവന് ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരുപാട് വട്ടം മോൻ കയറാനുള്ളൊരു ഭാഗ്യം മോന് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുനാൾ തുടങ്ങി അവന് സ്റ്റേജിൽ കയറാനുള്ള ഒരു ചാൻസും ഞാൻ അവന് നഷ്ടപ്പെടുത്തിയിട്ടില്ല. എല്ലാം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇനി ഇതുപോലെ ആങ്കറിങ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അത് നമ്മുടെ തിരുബാല സഖ്യത്തിൻ്റെ ഒരു ഡേ ആയിരുന്നു. ജൂൺ മന്തിലാണ് എല്ലാ വർഷവും വരുന്നത്. അപ്പോൾ എല്ലാ വർഷവും അതിന് വൈറ്റ് ഡ്രസ്സ് ഇട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഇത്തവണ ജൂൺ മന്തിലാണല്ലോ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. അതിൻ്റെ ആ ഒരു സെലിബ്രേഷനും കൂടെ ഈ ഒരു തിരുബാല സഖ്യം അല്ലെങ്കിൽ ഹോളി ചൈൽഡ്ഹുഡാണ് ഏറ്റെടുത്ത് നടത്തിയത്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ മോനും വേറൊരു കുട്ടിയും കൂടെ ആയിരുന്നു ആങ്കറിങ് പറഞ്ഞിരുന്നത്. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് അവർ ആങ്കറിങ് ഒക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ മോൻ്റെ ക്ലാസ് ടീച്ചറും വേറൊരു അടുത്തുള്ളൊരു സിൻസി മിസ്സും മേജു മിസ്സും കൂടിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് ഒത്തിരി എനിക്ക് അവരോട് താങ്ക്സ് പറയുകയാണ്. കാരണം നമുക്ക് ഈ ഒരു വേദി നമുക്ക് കിട്ടുക എന്ന് പറയുന്നതും അവിടെ ചെന്ന് പറയാമെന്ന് പറയുന്നതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാനതിന് വേണ്ടി എത്ര തവണ എന്തോരം വേണമെങ്കിലും കഷ്ടപ്പെടാനും എനിക്കിഷ്ടമാണ്. കാരണം ഇതൊക്കെ ഒരു വലിയൊരു മൊമെൻറ്റ്സാണ്. അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഓർക്കാൻ ഒരുപാട് നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കിട്ടുന്ന ഒരവസരവും ഞാൻ ഒട്ടും തന്നെ മാറ്റി വയ്ക്കാറില്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളിത് ഏറ്റെടുത്തു. അപ്പോൾ മോനെയും കൊണ്ട് 2 ദിവസം നമുക്ക് പോകേണ്ടി വന്നുള്ളൂ. അപ്പോൾ തന്നെ സെറ്റായി. വലിയൊരു പ്രോഗ്രാമൊന്നുമല്ല, ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറത്തെ ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. എങ്കിൽ തന്നെ നമുക്കത് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം വന്നു. അപ്പോൾ ഞാനതിൻ്റെ സൗണ്ട് മോൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ടുകൾ ഞാനത് മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് കേൾക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. നമ്മുടെ ഇതൊക്കെ ഒരു ഭാവിയിലേക്കുള്ളൊരു ഓർമ്മകളായതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് അവൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. Headmistress Haridharan, respected teachers, Chechimare, Chattimare, and dear friends. Today we gather to celebrate a very special day and a meaningful occasion, World Environment Day. Kindly be seated and watch the next program. Swagatam ആശംസിക്കുന്നതായി ഞാൻ ശ്രീലയെ ക്ഷണിക്കുന്നു. ദിനം ഉദ്ഘാടനം ചെയ്തതായിട്ട് സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കുന്നു. Thank you, Vicariate, for your blessed words. Now I invite Alna to share her insights on the World Environment Day. അപ്പോൾ ഈ ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടിയതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നമ്മുടെ ഈ ഒരു ഇളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയോടാണ്. അല്ലെങ്കിൽ അതും അവിടുത്തെ വികാരിയച്ഛനോടാണ്, കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിനോടാണ്. അപ്പോൾ അവിടുത്തെ മിസ്സുമാരാണ് നമ്മളെ സെലക്ട് ചെയ്തത്. ഞങ്ങളുടെ വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും എടുത്തു പറയാതെ പറ്റില്ല കേട്ടോ. ഓരോ പ്രോഗ്രാമും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് അത്രയധികം മെമ്മറബിളാക്കിയാണ് കടന്നു പോകുന്നത്. ഒരു കാര്യം പോലും നമ്മുടെ വികാരിയച്ഛൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്താവശ്യപ്പെട്ടാലും അച്ഛനത് സാധിച്ചു തരുന്ന ഒരു വികാരിയച്ഛനെ ആട്ടോ. അതാ കണ്ടില്ലേ, കുഞ്ഞുങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളുടെ ഒരുവനായിരിക്കുന്ന ഞങ്ങളുടെ വികാരിയച്ഛൻ. അച്ഛന് നല്ല ഏജുണ്ട്. എങ്കിൽ തന്നെയും അച്ഛൻ്റെ ഏജിൻ്റെ ഒരിതും ഇല്ലാതെ തന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ കൂട്ടുകൂടുന്ന ഒരു അച്ഛനാണ് ഞങ്ങളുടെ എക്കാലത്തെ ഹീറോ. അത്രയ്ക്കും നല്ല ഫാദർ ജോയ് ഐനിയാടൻ അച്ഛനാണ് ഞങ്ങളുടെ വികാരിയച്ഛൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ കൊച്ചച്ഛൻ ലിജോയച്ഛനാണ്. അതുപോലെ തന്നെ നമുക്ക് അവസരം ഒരുക്കി തന്ന സെവക്കുട്ടൻ്റെ ക്ലാസ് ടീച്ചർ ജോസി മിസ്സിനെയും അതുപോലെ തന്നെ സിൻസി മിസ്സിനെയും മേജു മിസ്സ്, അങ്ങനെ ഇതിനു വേണ്ടി ഒത്തിരി എഫർട്ട് എടുത്ത് അവരൊക്കെ മിസ്സുമാരൊക്കെ എല്ലാവരും ടീച്ചേഴ്സൊക്കെ തന്നെയാണ്. അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിലിരിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ കാറ്റഗറീസ് അല്ലെങ്കിൽ ഈശോയെ അടുത്തറിയാനും പറഞ്ഞു കൊടുക്കാനായിട്ട് വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും അവർ ക്ലാസ് കഴിഞ്ഞെത്തി നേരിട്ട് തന്നെ ഞാൻ മോനെയും കൊണ്ട് ചെന്ന് പ്രാക്ടീസ് ചെയ്യുന്ന 2 ദിവസങ്ങളിലും. അപ്പോൾ അതിന് മുമ്പ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നതാ കണ്ടില്ലേ, അടിപൊളി ഡാൻസൊക്കെ. ഇതൊക്കെ ഈ പറഞ്ഞ മിസ്സുമാർ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ അവർ പള്ളിയിലോട്ട് വരും. പിന്നെ അവരിതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോരുക. അപ്പോൾ എത്ര അഭിനന്ദിച്ചാലും അവരെ മതിയാകില്ല. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്കതിൻ്റെ സൗണ്ട് ഇടാൻ പറ്റില്ല കേട്ടോ, കാരണം അത് നമുക്ക് കോപ്പറേറ്റ് കിട്ടിയാലോ. നല്ല പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു.